ഇന്ന് റിലീസായ എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ടൻ, പക്ഷെ ഒരു എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. ഭയങ്കര പടം. ഓൾറെഡി പടത്തിന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ വാട്ട് എവർ he wanted, he has put the whole money on this movie. അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. ഇറ്റ്സ് എ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്ന് പറയുന്ന സിനിമയാണ്. അതും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ്. എമ്പുരാനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് പരത്തിയ ഈ അശ്വന്ത് കോക്കിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. എമ്പുരാൻ കണ്ടവർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഉറപ്പായിട്ട് ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതിനു മുന്നേ ഈ എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിന് ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പൈസ വാങ്ങി അല്ലെങ്കിൽ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ച കുറെ നാറികളുണ്ട്. യുവമാർക്ക് എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നല്ലൊരു പടം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതിനു മുന്നേ ഈ പടത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചിറങ്ങിയ കുറെ നാറികളെ പറ്റിയിട്ട് വന്നിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് റിലീസായ എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എമ്പുരാന് നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത്. അങ്ങനെ ഒരു ഇതൊന്നും എമ്പുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല, മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം, നേരത്തെ എടുത്തിരുന്ന പ്രതികരണം, അത് എമ്പുരാൻ സിനിമയ്ക്ക് നൽകിയ പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിലുള്ള റീലുകൾ വരാൻ തുടങ്ങിയത്. ഒരുത്തനെയും വെറുതെ വിടല്ലേ, എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എമ്പുരാൻ എന്ന പടം ഇറങ്ങിയപ്പോൾ പണ്ടത്തെ ഏതൊക്കെ വേറെ പടത്തിന് നെഗറ്റീവ് പറഞ്ഞ റിവ്യൂസിനെ പഴയതിനെ റീ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എമ്പുരാന് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ റീച്ചിന് വേണ്ടിയിട്ട് റീ അപ്ലോഡ് ചെയ്ത് എമ്പുരാന്റെ റിവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണിച്ചിട്ടുണ്ട് എന്നുള്ള സാധനം പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നാളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്മാരെ അറസ്റ്റ് ചെയ്യണം. ഒരു തരത്തിലും വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയിട്ടും കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് ഡോളറിന് വേണ്ടിയിട്ടും ഇമാതിരി നാറിയ പരിപാടി കാണിക്കുന്നവന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർക്കെതിരെ നടപടി എടുക്കണം. പിന്നെ വേറെ ആരുടെയെങ്കിലും പൈസ വാങ്ങി ചുക്കാൻ പിടിച്ചിട്ട് ഈ പരിപാടി കാണിച്ചതാണെങ്കിലും അവന്മാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ അശ്വന്ത് കോക്കിലേക്ക് വരുമ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നിലപാട് പറയുന്നുണ്ട്. ഞാൻ കമന്റ് ബോക്സിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. എന്തായാലും ബാക്കി ന്യൂസ്. മഞ്ജുഷ, ഒരു സിനിമയെ എങ്ങനെയാണ് തകർക്കുന്നത്? പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ പരാതികളായി ഉന്നയിച്ചിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളരെ പ്രത്യക്ഷമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത്. അതായത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നിടും മുൻപ് തന്നെ മറ്റ് എപ്പോഴോ നടന്ന ഒരു സംഭവം, മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം, അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ, അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയ് ആണ്. അജയ് അസിസ്റ്റന്റ് ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ്. അജയ്, ഇപ്പോൾ അജയുടെ ദൃശ്യമാണ് ആദ്യം. അജയുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഈ ഡീഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചു പോകുന്നത്. ഓക്കെ, അതായത് സംഭവം കാര്യം പിടികിട്ടിയല്ലോ. മുന്നേ ഈ അജയ് എന്ന് പറയുന്ന വ്യക്തി ഏതോ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല എന്നുള്ള രീതി. എന്നാൽ ആ നെഗറ്റീവ് റിവ്യൂവിനെ ഇപ്പോൾ ഇവർ വീണ്ടും എടുത്തിട്ട് റീ അപ്ലോഡ് ചെയ്തിട്ട് എമ്പുരാന്റെ മേലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത് കാണിക്കുന്നത്? സത്യം പറഞ്ഞ യുവമാർക്ക് ഫസ്റ്റ് ഈ എമ്പുരാന്റെ റിവ്യൂ എടുത്ത് ഇടുമ്പം കുറെ വ്യൂസ് കിട്ടും, നല്ല ഡോളറും കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി കാണിച്ചതാണ്. അതിന് ഈ നെഗറ്റീവ് റിവ്യൂ ആണ് അവന്മാര് കൊണ്ടിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തത് ഒരു തന്തയില്ലാത്ത പരിപാടി എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും. എന്ത് മത്തങ്ങ പരിപാടിയുടെ അവനൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഈ റിവ്യൂ ശരിയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യവും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് നോക്കാം. അതിനു മുന്നേ ബാക്കി അജയ് പറയുന്ന കേട്ട് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിൻ്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ്. ഏത് ചിത്രമെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണമാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇന്ന് എമ്പുരാൻ്റേതെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്കുള്ള ഷോ തന്നെ ഞാൻ കാണാൻ പോയിരുന്നു. ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പരിചയമുള്ള സർക്കിളിൽ ഈ ചിത്രം കൊള്ളാം, എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതികരണം നടത്താൻ വേണ്ടി ഞാൻ വാട്സപ്പ് എടുത്ത് ഓണാക്കിയപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് ഇതാണ്. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് അയച്ചതാണ്, എടാ അജയ് ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാണ്. അതായത് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്ത് വരുന്നതിന് മുൻപേ തന്നെ ആ സുഹൃത്ത് എനിക്കിത് സെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയി. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി ഇതേ സെയിം വിഷ്വല് തന്നെ എനിക്കിത് അയച്ചിരുന്നു. അതൊന്നാമത് എമ്പുരാന്റെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്, എങ്ങനെയുണ്ട് പടം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഏതോ പരനാറി നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് പണ്ടത്തെ ഏതോ റിവ്യൂ എടുത്തോണ്ട് ഇപ്പോഴത്തെ റിവ്യൂ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഉടനെ അത് വൈറലാവാൻ തുടങ്ങി. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയുമാണ്, അത്ര ഹൈപ്പിൽ നിന്നൊരു മൂവിയാണ്, അതുപോലെ റിവ്യൂവും വെയിറ്റ് ചെയ്തിരുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഈ അജയുടെ റിവ്യൂ കിട്ടുന്നത്. നോക്കിയപ്പോൾ നെഗറ്റീവ്. അപ്പൊ എമ്പുരാൻ കൊള്ളത്തില്ല. ഇത് കണ്ട് എത്ര ആൾക്കാർ വിശ്വസിച്ചാണ് അല്ലേ അങ്ങനത്തെ ഒരുപാട് പരിപാടി നടന്നിട്ടുണ്ട്. പിന്നെ ഇനി അശ്വന്ത് കോക്കിന്റെ റിവ്യൂല് വളരെ മോശമായിട്ടുള്ള ഒരു പടം എന്നുള്ള രീതിയിലോട്ടാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി ആണ് പറഞ്ഞു വയ്ക്കുന്നത്. കോക്കിന്റെ ആ റിവ്യൂ കണ്ടപ്പോൾ എനിക്കും തോന്നി, എന്താടാ കോക്ക് ഇങ്ങനെ പറഞ്ഞേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. എന്തായാലും നമുക്ക് കോക്ക് പറയുന്ന കേട്ട് നോക്കാം. ഒരു മേനയാവണില്ല, അതായത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറേഷി അബ്രഹാം ഒരു മേനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ലൂസിഫറിന്റെ അവസാനം ഖുറേഷി അബ്രഹാമിനെ കാണിച്ച സമയത്തുണ്ടായിരുന്ന വാസാദനല്ലേ, ആ വാസാദനം എവിടെയും ഒരു സ്ഥലത്ത് പോലും ഖുറേഷി അബ്രഹാമാണ് ഞാൻ പറയുന്നത്, സ്റ്റീഫൻ അല്ല, എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളീഗോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷെ ഒരു എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ മേല് ഉടനീളം കോക്ക് വലിയ മെനയില്ലാത്തൊരു റിവ്യൂ ആണ് പറയുന്നത്. പടം പിടിച്ചില്ല, ആൾ എക്സ്പെക്ട് ചെയ്ത് പോയതിന്റെ അത്ര ഇല്ല എന്നുള്ള രീതിയിലാണ് കോക്ക് ഈ പടം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഒരു ഹോളിവുഡ് ടൈപ്പ് രീതിയിലാണ് ഈ പടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ ഈ അശ്വന്ത് കോക്കിട്ട വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, യു ആർ നോട്ട് എ പെയ്ഡ് റിവ്യൂർ, കീപ് ഇറ്റ് അപ്പ് അശ്വന്ത് കോക്ക്. അപ്പുറത്ത് ഷസാമിന് വരെ മുഴുവൻ പറയാൻ പേടി ഇങ്ങേരുത്. ഇത് തന്നെയാണ് അണ്ണന്റെ വിജയം. അങ്ങനെ അവസാനം ഒരാൾ പറഞ്ഞു രാജാവ് നെഹനാണെന്ന്. ശരിക്കുള്ള റിവ്യൂവർ ദേ ഇതാണ്, ഉള്ളതുപോലെ പറയാൻ കാണിച്ച നിങ്ങളാണ് ശരിക്കും മാസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് കോക്കിന് ആ ഒരു കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചുള്ളത് ഭൂരിഭാഗം. എന്നാൽ കുറച്ച് പേര് പറയുന്നത് ഇവനെ അറസ്റ്റ് ചെയ്ത് അകത്തുന്നോ എന്നൊക്കെ ഉള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് തപ്പിപ്പോയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. അതെനിക്ക് തോന്നുന്നു മുക്കിക്കാണ്. പിന്നെ താഴെ തള്ളക്കുള്ളി വന്നപ്പം മുക്കിയതാവാനാണ് ചാൻസ്. എന്തായാലും അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ കോക്ക് പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. കോക്കിന്റെ റിവ്യൂ ആണ് വെയിറ്റ് ചെയ്തിരുന്നതും എന്നുള്ള രീതിയിൽ പറയുന്നത്. ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒരു 4-5 ലക്ഷം വ്യൂ ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും 1 മില്യണിന് മേളിൽ ആ റിവ്യൂവിന് വ്യൂ പോയിട്ടുണ്ടെന്ന്. 48K എങ്ങാണ്ട് ലൈക്കും ഉണ്ടായിരുന്നു. നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് കോക്കിന്റെ റിവ്യൂ തന്നെയാണ്. ഇനി പബ്ലിക് ഒപ്പീനിയനിൽ ഒരാൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അംബാസഡർ 800 അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറിച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്ന് ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന്. കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്. ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800ന്റെ ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. അങ്ങനെ അണ്ണൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അണ്ണൻ. ലാലേട്ടന്റെ ഒടിയൻ, പിന്നെ വേറെ ഏതൊക്കെയോ കുറെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോൺസ്റ്റർ, ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഡയറക്ടറിനെയൊക്കെ ചീത്ത വിളിക്കാത്തത് അതൊക്കെ ഒരു കാലം. ഇനി മറുനാടല്ല വന്നിട്ടുള്ള ന്യൂസ് കൊടുക്കുക. നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇന്ന് പിറന്നത്. ഇന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 6 മണിക്ക് ലോകമെമ്പാടും ഒരു മലയാള സിനിമ റിലീസ് ചെയ്തു. അമേരിക്കയിലും ബ്രിട്ടനിലും ഗൾഫിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ സിനിമ ഒരേ സമയത്ത് റിലീസാവുന്നു.
കേരളത്തിൽ മാത്രം 750 റിലീസുകളാണ് വെളുപ്പാങ്കാലത്ത് സംഭവിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ ദിനം തന്നെ 50 കോടിയുടെ കളക്ഷൻ എന്നതും മലയാള സിനിമയിലെ മഹാത്ഭുതമാണ്. ഇതിനു മുമ്പ് മഹാത്ഭുതം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഒരു സിനിമ ആടുജീവിതമായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് മാത്രമല്ല മലയാള സിനിമാ ലോകം മുഴുവൻ ഒരുമിച്ച് തള്ളിയെങ്കിലും അതിന് മുതൽ മുടക്ക് പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെയല്ല പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ താരപരിവേഷം ഉറപ്പാക്കുന്ന എമ്പുരാന്റെ റിലീസിൽ കേരളം കോൾമയർ കൊണ്ട് നിൽക്കുന്നു. കേരളത്തിൽ ഇന്നേ വരെ ഇങ്ങനെയൊരു തരംഗം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. എങ്ങും എമ്പുരാൻ തരംഗമാണ്. ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടാനില്ല. എമ്പുരാനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു വീടുമില്ല. പൊതുവെ സിനിമ കാണാത്തവർ പോലും എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാവിലെ 6 മണിക്ക് റിലീസ് ചെയ്ത എമ്പുരാൻ ഒരു ഷോ കഴിയുമ്പോൾ അടുത്ത ഷോ എന്ന നിലയിൽ റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി 11:55 വരെ പുതിയ ഷോകൾ ഇന്ന് തുടങ്ങുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പൊ മറുനാടനില് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. നല്ല പോലെ തിരക്കുണ്ട്. ഓൺലൈനിലൊന്നും ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത്. അത്രയും ഹൈപ്പ് പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മാതിരി ലെവലല്ലേ. തെലുങ്കിലും തമിഴിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും പോയി ഇന്റർവ്യൂ ഉൾപ്പെടെ നടത്തി. അല്ലാണ്ട് തന്നെ ലൂസിഫർ ഇത്രയും സെറ്റ് പടമായതുകൊണ്ട് എമ്പുരാന് വേണ്ടിയിട്ട് മലയാളികൾ വെയിറ്റ് ചെയ്തിരുന്നു. മലയാള സിനിമയുടെ ചരിത്രം തന്നെ എമ്പുരാൻ മാറ്റിമറിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന മാർക്കോ വളരെയധികം രീതിയിൽ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരും. എന്നാൽ ഇനി മാർക്കോ ഇറക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആവുകയൊക്കെ ചെയ്തല്ലോ. നമുക്കറിയാം. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ല വിഷമമുണ്ട്. മാർക്കോ പോലത്തെ ഒക്കെ പടങ്ങളൊക്കെ ഓഫ് കോഴ്സ് മലയാള സിനിമയിലൊക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നേ. ഇനിയിപ്പോൾ അതുപോലത്തെ വയലൻസ് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞ് കിണ്ടിയായിരുന്നു. ഉണ്ണി മൂന്ന് നല്ലൊരു ലെവലിൽ വരാൻ നോക്കി അവനെ മൂടോടെ പറിച്ചെടുത്തെറിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായി. ഇനി വല്ല റൊമാൻറ്റിക് പടമോ അഭിനയിച്ച് അവൻ പോകും. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അവന്റെ റിവ്യൂ ആണ് റിവ്യൂ മക്കളെ. ഓഹോ, ഇറ്റ്സ് എ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്ന് പറയുന്ന സിനിമയാണ്. അതും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് എടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എത്ര വട്ടം കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ആസ്വാദനവും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. സിനിമ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. ആ സമയത്ത് വരുന്ന ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടാണ്. എന്ന് വെച്ചാൽ ഹൈലി പൊളിറ്റിക്കലായ, നമ്മളിൽ പലരും ഇന്നും മറന്നിട്ടില്ലാത്ത സംഭവങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്ത് ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ പറയുന്ന തീയുടെ എലമെൻറ്റിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ വളരെ മീനിങ് ഫുള്ളായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പെയിൻഫുൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ഗ്രാഫിക്കൽ വയലൻസ് പരിപാടികൾ കാണിക്കാതെ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത്, അത് ആ ഒരു ടൈറ്റിൽ വർക്ക് ചെയ്തത് ആരാണോ അവർ കൈയടി അർഹിക്കുന്നുണ്ട്. ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവന്റെ റിവ്യൂല് എനിക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴും എന്റെ അഭിപ്രായമല്ല അവന്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എനിക്കുണ്ട് റിവ്യൂ ഇഷ്ടം. പിന്നെ കൊടുത്തന്നേ ഉള്ളൂ. ഈ റിവ്യൂ ചെയ്യുന്നതിൽ എല്ലാവരും ഉണ്ണി വ്ളോഗ്സ് ഷസാം കോക്കെന്നൊക്കെ പറയില്ല. അതുകൊണ്ട് അവന്റെ റിവ്യൂ കൂടി ഒന്ന് സൈഡിൽ കൂടി കൊടുത്ത് പോയെന്നേ ഉള്ളൂ. അതെങ്ങനെ അങ്ങ് പോട്ടെ. ഇനി ഷസാമിന്റെ റിവ്യൂ ഒന്ന് കൊടുക്കാം. ഇവന്റെ റിവ്യൂല് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ പടം കൊള്ളില്ല എന്ന് പറയുന്നില്ല, എന്നാൽ കൊള്ളില്ലെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലാണ് ഷസാമിന്റെ റിവ്യൂ. നമുക്ക് നോക്കാം. ഭയങ്കര പടം. ഓൾറെഡി പടത്തിന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ വാട്ട് എവർ ഹീ വാണ്ടഡ് ഹി ഹാസ് പുട്ട് ദ ഹോൾ മണി ഓൺ ദിസ് മൂവി. ആ ഒരു ഫിലിം മേക്കിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മൾ ചില പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു പോകും, ലൈക്ക് ഇത് മലയാള പടമാണോ പണ്ടാരോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ബ്രില്യൻറ്റ്. വിഷ്വലി ഇറ്റ് ഈസ് ടോപ്പ് നോച്ച്. അത് ഒന്നും പറയാനില്ല. ആൻഡ് ലാലേട്ടൻസ് ഓറ ആൻഡ് സ്ക്രീൻ പ്രസൻസ് ഇസ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നമ്മൾ ലൂസിഫറിൽ എന്താണ് കണ്ടത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പടവും. ആൻഡ് ദിസ് മൂവി ടോക്സ് അഗെയിൻ അബൌട്ട് പൊളിറ്റിക്സ്, പ്രസൻറ്റ് പൊളിറ്റിക്സ് സിനാരിയോ, ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറിലുള്ള പൊളിറ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് മൂവി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ വെക്കരുത് എന്ന് എനിക്ക് ഇവിടെ ഈ ഒരു നിമിഷം പറയാനുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പടത്തിന് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങളൊരു റിയാലിറ്റി മനസ്സിലാക്കണം. പ്ലീസ് വാച്ച് ലൂസിഫർ ബിഫോർ ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്ത് സാധനത്തിലോട്ടാണ് കയറാൻ പോണതെന്ന്. അല്ലാതെ ഞാൻ ഈ പടത്തിൽ നിങ്ങൾ ഭയാനകമായിട്ടുള്ള എക്സ്പെക്ടേഷനും അതൊന്നും വെക്കരുത്. അതായത് ഷസാമും പറയുന്ന ഓവർ എക്സ്പെക്ടേഷൻ ഇട്ട് ഈ പടം കാണാൻ പോകരുത് എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ പടത്തിന് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ ചിലപ്പോൾ ആ പ്രതീക്ഷിച്ച് പോയ ഒരു അനുഭവം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഷസാമ് പറഞ്ഞിട്ടുള്ള ഓവർ എക്സ്പെക്ടേഷൻ ഇട്ട് പോകണ്ട, ലൂസിഫർ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു രീതിയിൽ. എന്നാൽ
പടം ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇല്ല എന്നുള്ള ശതമാനമാണ് ഷസാമിന്റെ വായിൽ നിന്ന് നമുക്ക് പിടികിട്ടുന്നത്. ഓക്കെ, എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ഒരേപോലെ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റത്തില്ല. അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ പൊതുവെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് മിക്സ് ആയിട്ട് നിൽക്കുകയാണ്. എമ്പുരാൻ അങ്ങനെ എല്ലാവരും മിക്സഡ് റിവ്യൂ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷസാമ ആയാലും നെഗറ്റീവ് എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്, എന്നാൽ അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, വേറെ ലെവലാണ്, ഹോളിവുഡ് ടൈപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്റെ അഭിപ്രായത്തിലോട്ട് വരാം. ഞാൻ പടം കണ്ടില്ല. കാരണം ഇന്ന് രാത്രി 11 മണിക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പടം പോയി കാണും. കണ്ടതിന് ശേഷം നാളെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എങ്ങനെയുണ്ട് പടം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടാം. അത്രേ അറിഞ്ഞാൽ മതി. ഞാൻ പടം കണ്ടില്ല. പിന്നെ ഇവിടെ കോക്കിന്റെ ഒക്കെ റിവ്യൂ ഉണ്ടപ്പം സത്യം പറഞ്ഞാൽ ഇനി എങ്ങാണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. പിന്നെ ഷസാമും ഒരു സാധനം എക്സ്പെക്ടേഷൻ അത്രയും പ്രതീക്ഷിച്ച് പോകണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ പടം പോയി കാണും. അല്ലാണ്ട് ഞാൻ ഈ റിവ്യൂ കണ്ടിട്ട് കാണാതെ ഒന്നും ഇരിക്കില്ല. റിവ്യൂ മോശമായ പടം കാണാതിരിക്കില്ല. ഞാനൊരു പടം കാണണമെന്ന് വിചാരിച്ചാൽ അത് കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിൽ ഞാൻ പോയി കാണാം. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. എന്തായാലും പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.